കർമ്മവും എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടുന്ന രൂപം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പലരും തൻ്റെ മകൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ മകളുടെ കൈകൊണ്ട് കുളിപ്പിക്കപ്പെടേണ്ടുന്ന മയ്യത്ത് ഉമ്മയും ബാപ്പയും ഒക്കെ മരിക്കുമ്പോൾ അന്യവരാൽ കുളിപ്പിക്കപ്പെടുന്ന അവസ്ഥ സർവത്ര കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. വിരോധമൊന്നും ഇല്ലെങ്കിലും സ്വന്തം പിതാവിൻ്റെ ജനാസ അത് മക്കൾ കുളിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ സുഖം അല്ലെങ്കിൽ ആ ശ്രദ്ധ അതൊരു അന്യപുരുഷനിൽ നിന്നിട്ടുണ്ടാകാനിടയില്ലല്ലോ. മകൾ, ഉമ്മ, ജേഷ്ഠത്തി, അനുജത്തി തുടങ്ങി കുളിപ്പിക്കേണ്ടുന്ന അവസരത്തിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തിനത് ചെയ്യിക്കണം? മാത്രവുമല്ല, ഒരുപക്ഷേ തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ശരീരത്തിൽ അവർ രഹസ്യമാക്കി വെച്ചിരുന്ന വല്ല ന്യൂനതകളും ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഇതൊരു അന്യപുരുഷനോ സ്ത്രീയോ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ കാണുന്നത് ഈ മാതാവും പിതാവും ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലല്ലോ. ഇങ്ങനെയെല്ലാം നാം ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മക്കളാണ്. ജ്യേഷ്ഠാനുജന്മാരുണ്ടെങ്കിൽ അവരായിരിക്കും കുളിപ്പിക്കേണ്ടത്. മകളുടേത് ഉമ്മയും, ഉമ്മയാണ് മരിച്ചതെങ്കിൽ മകളും, ജ്യേഷ്ഠത്തിയാണ് മരിച്ചതെങ്കിൽ അനുജത്തിയും, ഇങ്ങനെ രക്തബന്ധമുള്ള അടുത്ത കുടുംബക്കാരും ബന്ധുക്കളുമായ പുരുഷനാ മയ്യത്തിന് പുരുഷനും സ്ത്രീയായ മയ്യത്തിന് സ്ത്രീയും അവരാണ് കുളിപ്പിച്ചിരിക്കേണ്ടത്. പക്ഷേ അതൊരു വലിയ കാര്യമാണ്, പ്രയാസകരമായ വിഷയമാണ്, ഞാൻ അതിന് കൊള്ളില്ല എന്ന ധാരണയുമായി മാറി നിൽക്കുന്ന സ്വഭാവം മാറ്റി ആ കാര്യം എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും നിർബന്ധമായും എൻ്റെ ജീവിതകാലത്ത് എൻ്റെ പിതാവ് മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക, ഉമ്മ മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക എന്ന് മകനും മകളും പ്രതിജ്ഞയെടുത്തിരിക്കണം. അത് നമുക്ക് നടപ്പാക്കുകയും വേണം. അതുകൊണ്ട് ഇനി കുളിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്ത് എടുക്കുന്നതിൻ്റെ മുമ്പ് വേണ്ടുന്ന വിധത്തിൽ ആ സ്ഥലം ഒന്ന് സംവിധാനിച്ചിരിക്കൽ ആവശ്യമാണ്. വീട്ടിൽ കുളിപ്പിക്കാൻ പറ്റിയ കുളിമുറിയും സൗകര്യങ്ങളും ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല, പുറത്തു ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനും വിരോധമില്ല. ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ, മുകൾ ഭാഗത്തും മറവുള്ള, മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ സൗകര്യപ്പെടാത്ത ഒരു സ്വകാര്യമായ കേന്ദ്രത്തിലായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്നാണ് വിധി. ആ നിലക്ക് ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ ആ കുളിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയ സ്ഥലത്തേക്ക് നാം മയ്യത്ത് എടുത്തുകൊണ്ടുവരും. അവിടെ കുളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കട്ടിലും സംവിധാനിച്ചിരിക്കണം. മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോകാൻ സഹായകമാകുന്ന വിധം കട്ടിലിൻ്റെ ഒരു ഭാഗം അഥവാ മയ്യത്തിൻ്റെ തല വരുന്ന ഭാഗം അല്പമൊന്ന് ഉയർന്നു നിൽക്കൽ ആവശ്യമാണ്. ഈ കട്ടിലിലേക്ക് ഇനി നേരത്തെ നാം കിടത്തിയ ആ മയ്യത്ത് എടുത്തുകൊണ്ടുവരും. ഇവിടെയും സുന്നത്തായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയ്യത്ത് എടുത്തു വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് എത്തുന്നത് വരെ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം മയ്യത്തിനെ എടുത്തു വരുന്ന ആളുകൾ വരേണ്ടത്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്നാൽ കട്ടിലിൽ ഉയരം കൂടിയ ഭാഗത്തേക്ക് തല വരുന്ന വിധം ആ മയ്യത്തിനെ കിടത്തും. കുളിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമായി നാം ഒരുക്കിയിരിക്കേണ്ട സാധനം ഒന്ന് പ്രധാനമായിട്ട് വെള്ളം തന്നെ. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും തർക്കമുണ്ടാകുന്നൊരു വിഷയമാണ്. ഉത്തമമായ വെള്ളം ലഭ്യമാണെങ്കിൽ കടലിൽ നിന്നെടുക്കുന്ന ഉപ്പുവെള്ളമാണ് ഉത്തമം. അത് മയ്യത്തിൻ്റെ ശരീരത്തിന് ഉറപ്പേകാനും മറ്റും സഹായകമാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് സാധ്യമല്ലാത്ത പക്ഷം പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉത്തമമായ വെള്ളം തണുത്ത വെള്ളമാണ്. ചൂടുവെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന ധാരണ തെറ്റാണ്. അത് മതിയാവാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് അഴുക്ക് പിടിച്ചതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശൈത്യമേഖലയിലാണ്, മയ്യത്തിലേക്ക് തണുത്ത വെള്ളം പാരുന്നത് കൊണ്ട് കാര്യമായി ശരീരത്തിന് വല്ല കോട്ടവും സംഭവിക്കാനിടയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാമെന്നല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉചിതമായത് തണുത്ത വെള്ളം, ആ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. 2 പാത്രത്തിൽ വെള്ളം വേറെ വെച്ച് അതും ഇത്തിരി ഉയരമുള്ള സ്ഥലത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം അതിലേക്ക് തെറിക്കാതിരിക്കാൻ പാകത്തിൽ വെള്ളം വെച്ചു. പിന്നെ കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ്, ആ വെള്ളത്തിൽ ചേർക്കുന്നതിനായുള്ള കൽപ്പൂരം, ആ വസ്തുക്കളും കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സജ്ജമാക്കി ചിലപ്പോൾ മയ്യത്തിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്ത് വല്ല അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ വെള്ളം ചേരാൻ തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കാൻ ആവശ്യമായ ചെറിയ വസ്തുക്കളും അതും സജ്ജമാക്കി കഴിഞ്ഞാൽ കുളിപ്പിക്കൽ ആരംഭിക്കാം.
മയ്യത്ത് കട്ടിലിൽ വെച്ച് കഴിയുമെങ്കിൽ കുളിപ്പിക്കേണ്ടത് ഒരു വീതിയുള്ള കമീസ് ധരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കുപ്പായം. പ്രായോഗികമായിട്ടതിന് വിഷമമുണ്ടെങ്കിൽ മയ്യത്തിനെ മുഴുവനുമായി മൂടുന്ന ഒരു തുണി കൊണ്ട് മൂടിയതിൻ്റെ ശേഷവുമാവാം. ഏതായാലും മയ്യത്ത് നഗ്നമായി വെക്കുന്നത് ഒട്ടും ഉചിതമല്ല. പ്രത്യേകിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുഖം തുറന്നിടുക എന്ന ഒരു പതിവുണ്ട്, അതും ശരിയല്ല. മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു വീതിയുള്ള വലിയ കട്ടിയില്ലാത്ത തുണി കൊണ്ട് മയ്യത്തിനെ പൂർണ്ണമായും മൂടിയിട്ട് കുളിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യമായി മയ്യത്തിൻ്റെ വയറ്റിൽ വല്ല വൃത്തികേടുകളും ഉണ്ടാവുക സാധാരണയാണ്. ഇത് നീക്കുകയും വുളു എടുത്ത് കുളിച്ചു ഒക്കെ വൃത്തിയായി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മാലിന്യങ്ങൾ പുറത്ത് വന്ന് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി അത് കളയുകയും വേണം. ഇതിനായി കുളിപ്പിക്കുന്ന ആൾ തൻ്റെ വലത് കാൽ മുട്ട് കട്ടിലിലേക്ക് കയറ്റി വെച്ചതിൻ്റെ ശേഷം മയ്യത്തിൻ്റെ പരടിക്ക് താഴെ വലത് കൈ വെച്ച് ഇടത് കൈ കൊണ്ട് വയറിൻ്റെ ഭാഗത്തും വെച്ച് അമർത്തിപ്പിടിച്ചുകൊണ്ട് മയ്യത്തിനെ ചെറിയ വിധത്തിൽ ഒന്ന് ഇരുത്തും. ആ വിധത്തിൽ കാൽമുട്ടിലേക്ക് തല ചാരി വെച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് തുടർച്ചയായി തടവി കൊടുക്കണം. ഇങ്ങനെ തടവുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുർഗന്ധങ്ങൾ ഉണ്ടാകാൻ, മാലിന്യങ്ങൾ പുറത്തു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ ദുർഗന്ധം തടയാനായി പെട്ടെന്ന് അവിടെ ഉലുവാൻ പോലുള്ള സുഗന്ധ വസ്തുക്കൾ പുകയിച്ചുകൊണ്ടിരിക്കണം. അതെ, ഇങ്ങനെ ഉലുവാൻ പുകയിക്കുക. സഹായത്തിന് നിൽക്കുന്ന ആൾ വെള്ളം തുടർച്ചയായി ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പം വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ഭാഗത്ത് ഒഴിക്കുക, തുടർച്ചയായിട്ട് കൈകൊണ്ടിട്ട് അല്പം അമർത്തിക്കൊണ്ട് തന്നെ തടവുകയും ചെയ്താൽ മാലിന്യങ്ങൾ പുറത്തു വരും. അടുത്ത് വെച്ച് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. ആ കാര്യം നിർത്തുകയും മയ്യത്തിനെ പൂർവാവസ്ഥയിൽ തന്നെ കിടത്തുകയും വേണം. കിടത്തിയതിൻ്റെ ശേഷം ഇനി ഇവിടെ മയ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് വന്ന മാലിന്യങ്ങൾ ഉണ്ടാകും കട്ടിലിലും ശരീരത്തിലുമായി. ഇത് കഴുകി വൃത്തിയാക്കലാണ് അടുത്ത ബാധ്യത. ഇതിനു വേണ്ടി നേരത്തെ ഒരുക്കി വെച്ച ക്ഷീരക്കഷ്ണം എടുത്ത് ഇടത് കൈയിൽ ചുറ്റിയിട്ട് ഈ കൈ കൊണ്ട് മയ്യത്തിൻ്റെ മുദ്വാരവും പിന്ദ്വാരവും ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കുക, ഭാഗം കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ഇതുപോലെ ക്ഷീരക്കഷ്ണം ചുറ്റിയിട്ടാണ് ഇപ്പം കഴുകുന്നത്. ഒക്കെ രേഖപ്പെടുത്തിയതും അങ്ങനെയാണ്. ഇനി ഇന്ന് ഗ്ലൗസ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതായാലും വിരോധമില്ല. പക്ഷേ സൗകര്യത്തിന് മാറ്റിക്കൊണ്ടിരിക്കാനും കൂടുതൽ വൃത്തിക്കും കഷ്ണങ്ങൾ തന്നെ ചുറ്റുന്നതായിരിക്കും ഉചിതം. ഈ കഴുകിയ കയ്യിൽ നിന്ന് ആ കഷ്ണങ്ങൾ മാറ്റി കൈ ശരിക്ക് കഴുകി. ഇപ്പോൾ ശരീരത്തിൽ നജസിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വന്നതിൻ്റെ ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മയ്യത്തിന് വേണ്ടി മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മിസ്വാക്ക് ചെയ്യുമ്പോൾ നേരത്തെയുള്ള കഷ്ണം മാറ്റി ആ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലിൽ പുതിയ കഷ്ണം ചുറ്റിയതിൻ്റെ ശേഷം ആ കൈ കൊണ്ടാണ് മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്തു കൊടുക്കുന്നതും സ്വന്തം ചെയ്യുന്നതിനും മാറ്റമായിട്ടാണ്. ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലിൽ കഷ്ണം ചുറ്റിക്കൊണ്ട് മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കും. ഒരു ചടങ്ങ് എന്ന വിധത്തിൽ മയ്യത്തിൻ്റെ തല അല്പം ചെരിച്ച് വെച്ചുകൊണ്ട് അല്പം വെള്ളം ചേർത്തി തുടച്ച് എടുക്കുന്ന രൂപമാണ് ഈ മിസ്വാക്ക് കൊണ്ട് ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ. അകത്തേക്ക് വെള്ളം കടക്കൽ ഒഴിവാക്കണമെന്നർത്ഥം. ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇനി ഇടത് കൈയിൻ്റെ ആ കഷ്ണം മാറ്റിയിട്ട് ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ മറ്റൊരു കഷ്ണം ചുറ്റി മയ്യത്തിൻ്റെ മൂക്ക് ദ്വാരങ്ങളിലുള്ള വൃത്തികേട് നീക്കണം. ഇതാണ് കുളിയുടെ അടുത്ത രൂപം. മൂക്കിൻ്റെ 2 ദ്വാരങ്ങളിലുള്ള വൃത്തികേടുകൾ ചെറിയ വിരലിൽ തുണി ചുറ്റിക്കൊണ്ടിട്ട് നീക്കിയെടുക്കുക. ഇനി മൂക്ക് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മയ്യത്തിന് ഉളു ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. വായിൽ വെള്ളം കുപ്പിളിക്കുക. ഇത് വായ തുറന്ന് അകത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അതും ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ അല്പം വെള്ളം ഒഴിച്ച് അവിടെ നിന്ന് കാണിച്ചു വായിൽ വെള്ളം കുപ്പിളിക്കുക എന്ന ചടങ്ങും മൂക്ക് വൃത്തിയാക്കലും നടത്തി. ഉളു എടുക്കുന്നതിൻ്റെ ഭാഗമായി മുഖം കഴുകലാണ് അടുത്ത ഇനം. അല്പം വെള്ളം കൊണ്ട് മുഖം ലളിതമായ രൂപത്തിൽ കഴുകിയെടുക്കുകയാണ്. മുകൾ ഭാഗത്തും തുടങ്ങി
ഇങ്ങനെ 3 പ്രാവശ്യം കഴുകി മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഉതുവെടുക്കുമ്പോൾ കൈ കഴുകുന്നത് പോലെ മയ്യത്തിൻ്റെ വലത് കൈയും പിന്നീട് ഇടത് കൈയും 3 പ്രാവശ്യം കഴുകി ഇടത് കൈയും കഴുകി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കൈ കഴുകി തല തടവി 3 പ്രാവശ്യം തലയും തടവി കാത് തടവി 2 കാലും കഴുകി ഇങ്ങനെ മയ്യത്തിന് പൂർണ്ണമായ ഒരു വുളു എടുത്തു കൊടുക്കണം. ആ വുളുവിൻ്റെ ശേഷം ദുആ സുന്നത്താണ്. വുളു കഴിഞ്ഞിട്ട് നാം സാധാരണ വുളു എടുത്തു കഴിഞ്ഞാൽ ഖിബ്ലക്ക് അഭിമുഖമായി നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്നാണ് സാധാരണ നാം ദുആയിൽ പറയാറ്. എന്നാൽ മയ്യിത്തിന് വേണ്ടിയുള്ള വുളുവിൻ്റെ ശേഷം അല്ലാഹുമ്മ ജഅൽഹു മിനത് തവ്വാബീന വജഅൽഹു മിനൽ മുതതഹിരീന വജഅൽഹു മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്റ് അത് 3 പ്രാവശ്യം ചെല്ലൽ സുന്നത്തുണ്ട്. അങ്ങനെ വുളു കഴിഞ്ഞു. ഇനി മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വല്ല മാലിന്യങ്ങളും പുറത്തു പോവുകയോ അന്യ സ്ത്രീ പുരുഷന്മാർ തൊടുന്ന സമയത്ത് വുളു മുറിയുന്ന പ്രശ്നമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അതുകൊണ്ടൊന്നും മയ്യത്തിന് നാം ഇപ്പോഴുണ്ടാക്കി കൊടുത്ത വുളു ഒരു കാരണവശാലും മുറിയുന്നതല്ല. വളരെ ഭദ്രമായ വുളുവാണ് എന്നർത്ഥം. വുളു ഉണ്ടാക്കി കൊടുത്തു. ഇനി കുളിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വുളു മയ്യത്തിൻ്റെ കുളിക്ക് സുന്നത്തുള്ളൊരു വിഷയമാണ്. കുളിപ്പിക്കൽ നിർബന്ധമായൊരു കാര്യവുമാണ്. എന്നാൽ ഇതിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം, കുളിപ്പിക്കുന്നതിന് നിയ്യത്ത് നിർബന്ധം ഇല്ല, മറിച്ച് സുന്നത്താണ്. അതേസമയം സുന്നത്തായ വുളു സാധുവാകാൻ